നോക്കിക്കേ, എക്സസൈസ് 9.1 ഞാൻ 3 ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റത്തത് എന്താ നമുക്ക് ചോദിച്ചേക്കുന്നത്, ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാനുള്ളത്. n = n × n+2 ഈ ഒരു ഇക്വേഷനിലുള്ള ഇതിലെ സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് എന്നിന് സ്ഥാനത്ത് 1, 2, 3, 4, 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 × 1+2 = 3, ഏറ്റവും എന്ത് വരും, 2 × 2+2 = 8, a3 എന്ത് വരും, 3 × 3+2 = 15, a4 എന്ന് പറയുമ്പോൾ എന്ത് വരും, 4 × 4+2 = 24, a5 = 5 × 5+2 = 35. ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, an = n/n+1. സെയിം സാധനം തന്നെ, ഇതിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 1/1+2 = 1+1 = 1/2, a2 = 2/2 + 1 = 2/3, a3 = 3/3 + 1 = 3/4, a4 = 4/4 + 1 = 4/5, a5 = 5/5 + 1 = 5/6. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തതാണ്. ഇതിൽ ബാക്കി ഇതുപോലെ ചെയ്താൽ മതി, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട്. അതുപോലെ 7th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് 5 ടേംസ് അല്ല, ഇന്ന പർട്ടിക്കുലർ പൊസിഷനിലുള്ള ടേംസ് കണ്ടുപിടിക്കാനാണ്. an = 4n - 3 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിൻ്റെ 17th ടേമും 24th ടേമും കണ്ടുപിടിക്കണം. അത് a17 കൊടുത്താൽ മതി. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 4 × 17 - 3 = 65. 24th ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും, 4 × 24 - 3 = 93. ഇത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ബേസിക്സ് ആണ്. സീക്വൻസും സീരീസും നമ്മൾ നോക്കിയിട്ടുണ്ട്. സീക്വൻസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് സീരീസ് കാണാം. ഒരു സീക്വൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റും ആവാം, ഇൻഫൈനൈറ്റും ആവാം. അത് സീരീസ് ആക്കണമെങ്കിൽ നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോൾ സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആ ഫൈനൈറ്റ് സീക്വൻസും ഇൻഫൈനൈറ്റ് സീക്വൻസും ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫൈനൈറ്റ് സീരീസ് ആണോ സീക്വൻസ് ആണോ എന്ന്. ആ സീക്വൻസ് സീരീസ് ആക്കുവാണെങ്കിൽ നമ്മൾ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.